ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു റിച്ചായിട്ടുള്ള മനുഷ്യനാവാം, സമ്പന്നൻ എങ്ങനെ ആവാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ എങ്ങനെ റിച്ച് ആവാൻ പറ്റും. ഇയാൾ റിച്ച് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് നോക്കി നോക്കാം. സമ്പന്നൻ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം മൈൻഡിലേക്ക് വരുന്നത് എന്താണ്? സമ്പന്നനാവാൻ ആദ്യം മൈൻഡിലേക്ക് വരുന്നത് ബിസിനസ് ചെയ്താൽ സമ്പന്നനാവാം. ഫസ്റ്റ് പോകുന്നത് ഇതിലേക്കാണ്. ബിസിനസ് ചെയ്താൽ സമ്പന്നനാവാം. ബിസിനസ് ചെയ്തവരെ പൈസ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്താണ് ബിസിനസ്? ബിസിനസ് പറഞ്ഞാൽ സർവീസാണ്. സർവീസ്, ജനങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ബിസിനസ്സിൻ്റെ വേറെ ഡെഫിനിഷനാണ്. ബിസിനസ്സിൻ്റെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഡെഫിനിഷൻ പൈസ ഉണ്ടാക്കാനുള്ളൊരു സംഭവം എന്നുള്ളതാണ്. ഒരു ജനങ്ങളുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മ പ്രവർത്തിക്കുമ്പോൾ പൈസ ഒരുപാട് സമ്പാദിക്കാൻ പറ്റും. അതിൻ്റെ വേറെ ഡെഫിനേഷനാണ് ഒരു ജനങ്ങളുടെ കൂട്ടായ്മ. അത് ഫോക്കസായിട്ട് ഒരു സർവീസോ പ്രോഡക്റ്റോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് ജനങ്ങൾക്ക് എത്രത്തോളം സഹായകമാവുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് റവന്യൂ വരും. അതാണ് മറ്റൊരു ഡെഫിനേഷൻ. അപ്പോൾ ഒരു ചൊല്ലുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1 കോടി ആൾക്കാർക്ക് സർവീസോ സഹായമോ ചെയ്തു കൊടുത്താൽ നമുക്ക് കോടീശ്വരനാവാം. നമ്മൾ ഒരാളെ സഹായിച്ചാൽ നമുക്ക് അധികം സമ്പാദിക്കാൻ കഴിയില്ല. 1 കോടി ആൾക്കാരെ സഹായിച്ചാൽ 1 കോടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കോടീശ്വരനാവാൻ പറ്റും. അപ്പോൾ 1 കോടി ആൾക്കാരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. ഒരു സമ്പന്നനാവണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? അടുത്ത് സർവീസ് വേണം. ജനങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള, ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന സർവീസ് വേണം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രോഡക്റ്റ് വേണം. എന്തെങ്കിലും ജനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് വേണം. ആ പ്രോഡക്റ്റ് ഒരാൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സമ്പന്നനാവുക എന്നുള്ളതാണ്. സമ്പന്നൻ ആവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അയാൾക്ക് വേണം, അയാളുടെ ക്യാപ്പബിലിറ്റി വേണം. ആ കഴിവ് എങ്ങനെ ഉണ്ടാക്കുക? ഇപ്പോൾ ഈ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം സമ്പന്നനാവുമോ? ഇല്ല. കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ട് പ്രോഡക്റ്റോ സർവീസോ ഉണ്ടാക്കിയാൽ മാത്രമേ സമ്പന്നനാവുള്ളൂ. അപ്പോൾ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പകുതി സമ്പന്നനായി എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് കഴിവുണ്ടോ നമ്മൾ നോക്കുക? കഴിവ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എനർജിയാണ്, ഊർജ്ജം. ഇതിനെ വേറെ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഏത് രീതിയിൽ ഡിഫൈൻ ചെയ്യാം? നമ്മളെ ഹെൽത്തിനായിട്ട് ഡയറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാം. ഹെൽത്ത്, അത് മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ. ഈ 2 ഹെൽത്തും ശരിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എണീറ്റ് നടക്കാനുള്ളൊരു എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള എനർജി ഉണ്ടാവും. ആ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്പന്നനാണ് കുറച്ചൊക്കെ. അത് മാത്രം പോരാ, ആ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം എന്തിനുപയോഗിക്കാം? ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഈ സർവീസോ ഇല്ല, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഈ ഹെൽത്ത് നമുക്കില്ലാന്നുണ്ടെങ്കിലോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇയാൾ കിടപ്പിലാണ്. ഇയാൾക്ക് ഹെൽത്ത് കൊണ്ട് തീരെ സുഖമില്ല. അയാൾക്കൊന്ന് എണീറ്റ് നടക്കാൻ പറ്റിയാൽ മതി എന്നാണ് അയാളുടെ ആഗ്രഹം. അപ്പോൾ അയാളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, എന്ത്? ഞങ്ങൾക്ക് 1 കോടി രൂപ തരാം, അല്ലെങ്കിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാം. അപ്പോൾ ഇയാൾ എന്താണ് ചൂസ് ചെയ്യുക? ഈ 1 കോടി രൂപയാണോ അതോ ഈ ട്രീറ്റ്മെൻറ്റാണോ സ്വീകരിക്കുക? ഈ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റും ഇയാളുടെ ഹെൽത്തിനും 1 കോടിയേക്കാൾ അതിന് വില മതിക്കുന്നുണ്ട് ഇയാളുടെ മനസ്സിൽ. വേറൊരാൾക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്, മനസ്സമാധാനമല്ല. അയാളുടെ പേരാണ്, ഞങ്ങൾക്കൊരു 10 കോടി രൂപ തരാം, 10 CR, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഉറക്കം മനസ്സമാധാനമൊക്കെ ശരിയാക്കി തരാമെന്ന് പറയാം. അപ്പോൾ ഈ 2 ഇയാൾ ചൂസ് ചെയ്യുന്ന ഏതായിരിക്കും? ഇയാളുടെ ഉറക്കമായിരിക്കും. ഉറക്കം ശരിയാക്കിയാൽ ഈ പൈസ കൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സമാധാനം, മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും കോടിക്കണക്കിന് രൂപയേക്കാൾ വില ഉണ്ട്. അപ്പോൾ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഉള്ള ഒരാൾ, അല്ലെങ്കിൽ സിംപ്ലി ഹെൽത്ത് ഉള്ള ഒരാൾ റിച്ചാണോ? അല്ലേ, സമ്പന്നനാണ്. എനർജി ഉണ്ട് അയാൾക്ക്. എനർജി ഉണ്ടെങ്കിൽ തന്നെ ആ സമ്പന്നതക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എനർജി. പിന്നെ ടൈമുണ്ട്. ഇപ്പോൾ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈം എങ്ങനെ ഉപയോഗിക്കാം? സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. ഈ സ്കില്ലും നോളജും എന്തിനാണ്ട് ഉപയോഗിക്കാം? പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം. പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനോ ഉപയോഗിക്കാം. ഇത് മാത്രം പോരാ. ഇപ്പോൾ ടൈം മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്, എനർജി ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തു, നോളജും ഡെവലപ്പ് ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട് ഇയാൾ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകണം. അതായിട്ട്
അപ്പോൾ പ്രൊഡക്ഷൻ എബിലിറ്റി ആക്കുന്നുണ്ട് ഇതുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ഹാഫ് സമ്പന്നനായി, കോടീശ്വരനായി. ഇയാൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും, ചില ആൾക്കാർ ചിന്തിക്കുന്നത് എനിക്ക് ഇത് രണ്ടാൾക്കാരാണ്. ഈ രണ്ടാൾക്കാരിൽ ഒരാൾ ചിന്തിക്കുന്നത് എനിക്ക് എത്രത്തോളം ക്യാഷ് ഉള്ളിലേക്ക് വരും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്, എത്ര സമ്പാദിക്കാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇയാൾ ചിന്തിക്കുന്നത് എനിക്ക് എത്രത്തോളം യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയും, പുറത്തേക്കാണ് ചിന്തിക്കുന്നത്. എത്രത്തോളം യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഇയാൾ. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം രണ്ടാളും വ്യത്യാസമുണ്ട്. ഈ രണ്ടാൾക്കാരും വ്യത്യാസമുണ്ട്. ഇയാൾക്ക് പൈസ കിട്ടും, പൈസ സേവ് ചെയ്യലായിരിക്കും ഇയാളുടെ മെയിൻ ജോലി. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇയാൾ പണിയെടുക്കുന്നത്. ഇയാൾ പണിയെടുക്കുന്നത് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും ഇയാൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇയാൾ കുറേ കഴിഞ്ഞിട്ട് രണ്ടാക്കും ഒരു കോടിക്കണക്കിന് രൂപയായി, ഒരു ജനറേഷൻ മൊത്തം ജീവിക്കാനുള്ള പണം രണ്ടുപേർക്കുമായി. അപ്പോൾ ഇയാൾ ഈ ജോലി ചെയ്യുന്ന പണി നിർത്താൻ ചാൻസ് ഉണ്ട്. ഇയാൾ നിർത്താൻ ചാൻസ് ഇല്ല. കാരണം ഇയാളുടെ ലക്ഷ്യം എന്താണ്? സഹായമാണ്, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. ഇയാളുടെ ലക്ഷ്യം പണമാണ്. പണമായ പിന്നെ ഇയാൾ നിർത്തും. പിന്നെ ഇയാൾക്ക് കിട്ടുന്ന പണം മുഴുവൻ ഇയാൾ റീഇൻവെസ്റ്റ് ചെയ്യാനൊരു മടി ഉണ്ടാവും. ബിസിനസ്സിലേക്ക് തന്നെ ഇറക്കി കൂടുതൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാനുള്ളൊരു മടി ഉണ്ടാവും. ഇയാൾക്കതില്ല. ഇയാൾക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ഇയാൾ വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ ഇറക്കിയിട്ട് അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇയാളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഓവർ ടൈം എത്രത്തോളം പണവും സമയവും ചിലവഴിക്കുന്നു അത്രത്തോളം പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇയാൾ ഈ രീതിയിൽ ചിന്തിച്ചിട്ട് ഇയാളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ടാക്കി. ആ സർവീസ് ഉണ്ടാക്കിയിട്ട് അത് എത്രത്തോളം ഈ പബ്ലിക്കാണ്, ഈ ജനങ്ങൾ എത്രത്തോളം ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ പ്രോഡക്റ്റിനെ ഈ ജനങ്ങൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, അതിന് ആനുപാതികമായിട്ടായിരിക്കും ഇയാൾക്ക് വരുന്ന റവന്യൂ. ഇയാൾ ഇതിലേക്ക് തന്നെ ഇട്ടുകൊണ്ടിരുന്നാൽ, അതായത് ഈ ടൈമും ഈ സ്കില്ലും നോളജും എനർജിയും പിന്നെ ഇതിൽ നിന്ന് വരുന്ന റവന്യൂ കൂടി ഇതിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടിരുന്നാൽ ഇയാൾ വളർന്നുകൊണ്ടേയിരിക്കും, സമ്പന്നനായിക്കൊണ്ടേയിരിക്കും. ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടും. ഒരു പ്രോഡക്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് പല പ്രോഡക്റ്റിലേക്കും വരും, പല സർവീസിലേക്കും വരും. ഇതിനൊരു എക്സാമ്പിളാണ് സിംപ്ലി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിടുന്നത്. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിടുക, അല്ലെങ്കിൽ പൈസ ആയിട്ട് ബാങ്കിൽ സേവ് ചെയ്താൽ, ഈ ബാങ്കിൽ സേവ് ചെയ്യണത് ഒരു പുവർ മെൻറ്റാലിറ്റിയാണ്. ബിൽഡിംഗ് ഉണ്ടാക്കിയിടുന്നതാണ് റിച്ച് മെൻറ്റാലിറ്റി. കാരണം ഇത് ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ബാങ്കിലുള്ള ജനങ്ങൾക്ക് ആവശ്യമില്ല ഡയറക്റ്റ്ലി. പൈസ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിജിറ്റലാണ്. ഇതിന് മുന്നേ ഒരു പേപ്പർ തുണ്ടം മാത്രമായിരുന്നു. ആ തുണ്ടം ജനങ്ങൾക്ക് എന്തിനാണ്? ഒരാവശ്യമില്ലല്ലോ, ആവശ്യമുള്ളത് ഈ റിയൽ മണിയാണ്. റിയൽ മണി എന്ന് പറയുന്നത് യൂസ്ഫുള്ളായിട്ടുള്ള തിങ്സാണ്. അപ്പോൾ എന്താണ് ഒരു റിച്ച് സമ്പന്നനാവാനുള്ള ഡെഫിനിഷൻ എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മളെ പ്രൊഡക്ഷൻ എബിലിറ്റി, പ്രൊഡക്ടിവിറ്റിയാണ് നമ്മളെ സമ്പന്നത. നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി ആ പ്രോഡക്റ്റിനെ പബ്ലിക്കിന് എത്രത്തോളം യൂസ്ഫുൾനെസ് ഉണ്ട്, എത്രത്തോളം യൂസ്ഫുള്ളാണ്, അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് നമ്മുടെ സമ്പത്ത്. അപ്പോൾ സമ്പത്താണ്, എനർജി സമ്പത്താണ്, ടൈം സമ്പത്താണ്, സ്കില്ല് സമ്പത്താണ്, നോളജ് സമ്പത്താണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ വെറും ബാങ്ക് അക്കൗണ്ടിലെ കോടിക്കണക്കിന് രൂപ മാത്രമല്ല. അത് പറയാൻ കാരണം, ഒരാൾ ലോട്ടറി അടിച്ചാൽ അയാൾ സമ്പന്നനല്ല, പൂർണ്ണമാണ്. ഒരാൾക്ക് ഇൻഹെറിറ്റഡായിട്ട് കുറേ ഭൂമി കിട്ടി, ഇൻഹെറിറ്റ് ചെയ്തിട്ട് ഫാദറിൻ്റെ സ്വത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ഇൻഹെറിറ്റ് ചെയ്ത് സമ്പത്ത് കിട്ടി, അയാൾ റിച്ചല്ല. റിച്ചാണ് എപ്പോഴാണ് യൂസ്ഫുൾ പ്രോഡക്റ്റും യൂസ്ഫുൾ സർവീസും ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇയാൾ റിച്ചാവും, യൂസ്ഫുൾ അല്ലെങ്കിൽ റിച്ച് ആവില്ല. യൂസ്ഫുള്ളാക്കാനുള്ള നിരന്തരമായ ശ്രമമാണ് ഒരാളെ സക്സസ്ഫുൾ ആക്കുന്നത്.